ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഭാഗം 3. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇതുവരെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എന്താണ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കപ്പാസിറ്റർ എന്ത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ലഭിക്കുകയുണ്ടായി. ഇനിയും നിങ്ങൾ പഴയ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് പങ്കെടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെയും മടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവസാനമായി പഠിച്ചു ചേർത്തിയത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ വിവിധ കണ്ടീഷൻസ് ആണ് പഠിച്ചു ചേർത്തിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുകയുണ്ടായി. റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസിലും പാരലലൊക്കെ ഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഈ കപ്പാസിറ്റേഴ്സ് നമ്മൾ ഇതുപോലെ സീരീസിലും പാരലലും ഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എത്രയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. അപ്പം നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടിട്ടുണ്ട് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. C1, C2, C3 എന്ന് പറയുന്ന 3 കപ്പാസിറ്റേഴ്സ്. ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 3 കപ്പാസിറ്റേഴ്സ് കാണാമല്ലോ നിങ്ങൾക്ക്. എങ്ങനെ ഇരിക്കുകയാണ്? സീരീസിലിരിക്കുകയാണ് അല്ലേ, അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് V ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രധാനമായി ഓർക്കേണ്ട ഒരു കീ പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു സീരീസ് സർക്യൂട്ടിൽ charge remains the same but voltage will be different. ഒരു സീരീസ് സർക്യൂട്ടിൽ ചാർജ് stored in each of the capacitors is the same but the voltage across them are different. അതായത് ഞാനിവിടെ Q എന്ന ചാർജാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ ആ Q എന്ന ചാർജ് തന്നെയായിരിക്കും എല്ലാ കപ്പാസിറ്റേഴ്സിലും സ്റ്റോർ ആകുക. ഈ C1 കപ്പാസിറ്ററിൽ Q, C2ൽ Q, C3ൽ Q. പക്ഷേ V എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ 3 കപ്പാസിറ്റേഴ്സിലും ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. അത് V1, V2, V3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവും. 5 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് 2, 2, 1 അങ്ങനെയൊക്കെ ക്രമത്തിൽ അവിടെ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ രീതിക്ക് അനുസരിച്ച് ആ വോൾട്ടേജ് സ്പ്ലിറ്റ് ആകുന്ന നമുക്ക് കാണാനായി കഴിയും. നിങ്ങൾക്ക് പഠിച്ച ഇക്വേഷൻസ് ഞാൻ ഒരിക്കലും ഓർമ്മിക്കുകയാണ്. C is equal to Q by V. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് V എന്ത് കിട്ടും? V is equal to Q by C അല്ലേ. അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്? ആ കൊടുത്ത വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും അല്ലേ. അതായത് V എന്ന വോൾട്ടേജാണ് കൊടുത്തതെങ്കിൽ അതെന്തൊക്കെ ആയിട്ട് മാറും? V1 + V2 + V3 എത്ര എണ്ണം ഉണ്ടോ അത്രയായിട്ട് മാറും. നമുക്കറിയാം V is equal to ഇവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇക്വേഷൻ എന്താണ്? Q by C അല്ലേ. സോ Q by C. C എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ഈസി. അതുകൊണ്ട് ഞാനതിന് CS എന്ന് എടുക്കുകയാണ്. ഞാൻ സീരീസിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ C ഈക്വലൻ്റ് എന്നോ C എഫക്റ്റീവ് എന്നൊക്കെ വിളിക്കാം. ഈസ് ഈക്വൽ ടു V1 എന്താണ്? ഫോർമുല അനുസരിച്ച് V ഈസ് ഈക്വൽ ടു Q by C. അപ്പോൾ V1 എന്തായിരിക്കും? പറഞ്ഞേ. Q1 by C1 എന്ന് പറയാമോ? Q1 എന്നില്ല, പിന്നെന്താണ്? Q by C1 അല്ലേ. സോ Q by C1 പ്ലസ് V2 എന്താണ്? Q by C2 പ്ലസ് V3 എന്താണ്? Q by C3. ശരിയല്ലേ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് നിങ്ങൾക്കറിയാം. Q പുറത്തെടുക്കുകയാണ്, നമുക്ക് Q ക്യാൻസൽ ചെയ്യാം. അവസാനം നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. 1 by CS ഈസ് ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എത്ര എണ്ണം ഉണ്ടോ അത്രയും പ്ലസ് 1 by CN എന്നൊക്കെ എഴുതാം. ഓക്കെ. 2 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 2 കപ്പാസിറ്റർ മാത്രം ഉണ്ടെങ്കിൽ 1 by CS is equal to 1 by C1 plus 1 by C2. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? C1 plus C2 by പ്രോഡക്റ്റ് C1 C2 എന്ന് കിട്ടും. അത് 1 by CS. അപ്പോൾ CS എന്ത് കിട്ടും? റെസിപ്രോക്കൽ എടുക്കാം. C1 C2 by C1 plus C2. കണ്ടോ? 2 കപ്പാസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞു ഫോർമുല C1 C2 by C1 plus C2 ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോർമുല നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് സീരീസിൽ ഘടിപ്പിക്കുക. സീരീസിൽ ഘടിപ്പിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്
ചാർജ് സെയിം ആയിരിക്കും എല്ലാ സർക്യൂട്ടിലും, എല്ലാ കപ്പാസിറ്റേഴ്സിലും, പക്ഷേ വോൾട്ടേജ് അവിടെ ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഫിഗറിൽ കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ എ എന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന പോയിന്റ് ഇവിടെയുണ്ട്. ഇതിനിടയിൽ പാരലായിട്ടാണ് 3 കപ്പാസിറ്റേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നത്, C1ഉം C2ഉം C3ഉം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ട് പോലെയല്ല, പാരലൽ സർക്യൂട്ടിൽ ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, പക്ഷേ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. കണ്ടോ, 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1 C2 C3. അവിടുത്തെ ചാർജ് ഡിഫറൻ്റ് ആണ്. ദാറ്റ് ഈസ് Q1 Q2 Q3. Q എന്ന ചാർജാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്തൊക്കെയായിട്ട് മാറും? Q1ഉം Q2ഉം Q3 ആയിട്ട് മാറും. പക്ഷേ വോൾട്ടേജ് എത്ര വോൾട്ടേജ് ആണോ ഞാൻ കൊടുത്തത് അത്രയും വോൾട്ടേജ് തന്നെ എല്ലാ കപ്പാസിറ്റേഴ്സിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് എന്താണ്? Q1 ഡിഫറൻറ്റ്. നമ്മൾ ബേസിക് ഫോമിൽ ഒരിക്കലും ഓർമ്മിപ്പിക്കുകയാണ്, C = Q/V. അതിന് Q എന്തെടുക്കാം? Q = CV, റൈറ്റ്? അപ്പോൾ Q ഡിഫറൻ്റ് ആണ് അല്ലേ? അതായത് ഞാൻ കൊടുത്ത മൊത്തം ചാർജ് Q ആണെങ്കിൽ അതെന്ത് ചെയ്യും? 3നും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യും? Q1 + Q2 + Q3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. Qൻ്റെ ഫോമുല നിങ്ങൾക്ക് അറിയാം, CV അല്ലേ? സോ CV = V എന്ന് പറയുന്നത് മൊത്തം വോൾട്ടേജ്. C എന്ന് പറയുന്നത് ഞാൻ പാരലൽ ആയതുകൊണ്ട് CP എന്ന് എടുക്കുക കേട്ടോ. CP × V = Q1. എങ്ങനെ എഴുതാം? Q എന്ന് പറഞ്ഞാൽ CV അല്ലേ? അപ്പോൾ Q1 എന്തായിരിക്കും? C1 V1. പക്ഷേ V1 എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം V എന്ന വോൾട്ടേജ് തന്നെയാണ് V1ഉം V2ഉം V3ഉം എല്ലാം. സോ C1 × V + Q2 എന്താണ്? C2 × V + Q3 C3 × V. ഇവിടെയും V കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അങ്ങനെ ഈ വിയും ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CP = C1 + C2 + C3 എന്ന് നിങ്ങൾക്ക് കിട്ടും, പാരലൽ ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ. എന്താ മനസ്സിലായത് നിങ്ങൾക്ക് രണ്ടിൽ നിന്നും? കണ്ടോ, സീരീസിലാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/CS = 1/C1 + 1/C2 + എത്ര എണ്ണം ഉണ്ടോ അത്രയും. പാരലാണെങ്കിലോ എല്ലാ കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുക. n എണ്ണം ഉണ്ടെങ്കിൽ C1 + C2 + C3 + എക്സെട്രാ അപ് ടു CN എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനകത്ത് എത്രത്തോളം എനർജി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും? സോ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന എനർജി എത്രയാണ്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്ററിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ പഠിച്ച മെയിൻ ഫോമുലാസ് ഇവിടെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ഡെറിവേഷന് ആവശ്യമുള്ള 2-3 ഫോമുലാസാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച ഫോമുലയാണ്. പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്താ? V = W/Q. അതുപോലെ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷൻ V = Q/C. ഓർമ്മയുണ്ടല്ലോ, കപ്പാസിറ്റർ ഇക്വേഷൻ C = Q/V. ഈ ഇക്വേഷൻ നിന്ന് V = നിങ്ങൾക്ക് എന്ത് കിട്ടും? Q/C എന്ന് കിട്ടും. നമുക്ക് ആവശ്യമുള്ള 2 ഇക്വേഷൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ആദ്യമേ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എടോ എൻ്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഇരിക്കുകയാണ്. ഈ കപ്പാസിറ്ററിൽ ഒരു കപ്പാസിറ്റർ നിങ്ങൾക്കറിയാം സിമ്പിൾ വരയ്ക്കാനായിട്ട്. ഈ കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് C ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ V എന്ന വോൾട്ടേജാണ് ഈ കപ്പാസിറ്റൻസിൽ കൊടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഇതിനകത്തുള്ള ചാർജ് Q എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ ബി സ്മോൾ q. സോ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ ചാർജ്. അങ്ങനെ ചാർജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കൊരു വർക്ക് ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു ഡു എ വർക്ക് ടു ഇൻക്രീസ് ദ ചാർജ് ബൈ ആൻ എമൗണ്ട് dq. കണ്ടോ, ഒരു സ്മോൾ ചാർജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ശരിയാണല്ലോ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കയ്യിൽ കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്ററിന് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ചാർജ് നിങ്ങൾക്കറിയാം Q എന്ന ചാർജാണ് അതിനകത്ത് സ്റ്റോർ ആകുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്മോൾ dq കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. കാരണം വർക്ക് എനർജി തിയറി അനുസരിച്ച് വർക്ക് തന്നെയാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ്. ആ ചാർജ് ഇൻക്രീസ് ചെയ്യാനുള്ള വർക്കാണ് ഞാനിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫോൾട്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. V = W/Q. അതിൽ W എന്ത് കിട്ടും? അവിടുത്തെ W എന്ന് പറയുന്നത് എന്താ? V × Q. ഇവിടെ ഞാൻ സ്മോൾ വർക്കാണ് ചെയ്യുന്നത്. സോ dW = എങ്ങനെ എഴുതാം? V × dQ എന്ന് ഞാൻ എഴുതി. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ V = W/Q എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ W = V × Q എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ചാർജ് Qയിൽ നിന്നും
ഡി ക്യൂലോട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്കാണ്. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു സ്മോൾ ചാർജ് അല്ലേ, ടി ക്യൂ. ഇത്രയും ഞാനവിടെ എഴുതി. ഇനി വിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, കപ്പാസിറ്റർ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കപ്പാസിറ്റൻസ് വരുന്ന ഇക്വേഷനാണ് ഞാൻ വിക്ക് എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ക്യൂ ബൈ സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോവുകയാണ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എത്രയാണ്, വിയുടെ സ്ഥാനത്ത് ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ ആകുമ്പോൾ ഞാൻ വേണമെന്ന് കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെയുള്ള സ്മോൾ വർക്ക്. അപ്പം നിങ്ങൾക്കറിയാം ഒരു ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ മൊത്തം വർക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് മാത്തമെറ്റിക്കൽ റൂൾ അനുസരിച്ച് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സോ ഞാൻ 0 ചാർജ് ഉണ്ടായിരുന്നു വിചാരിക്കുക, അതിൽ നിന്നും എനിക്ക് മാക്സിമം ചാർജ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ക്യൂ എന്ന് എടുക്കുകയാണ്. അപ്പോൾ സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം ദിസ് വാല്യൂ 0 ടു മാക്സിമം വാല്യൂ ക്യൂ. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി ഡബ്ല്യു അല്ലേ. ഡി ഡബ്ല്യു എന്താണ്, ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് മുതൽ ഏത് വരെയാണ്, 0 മുതൽ മാക്സിമം ചാർജ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ക്യൂ വരെ. അപ്പോൾ ഇതിനകത്ത് ക്യൂ ഡി ക്യൂന്ന് വെച്ചാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് 1/c എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, ഞാനത് പുറത്തെടുക്കുകയാണ്. 1/c ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് ക്യൂ. ഇൻറ്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ഇൻറ്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇതൊരു മാത്തമാറ്റിക്കൽ റൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ക്യൂ ഡി ക്യൂ എന്തായിരിക്കും, യെസ് ക്യൂ റൈസ് ടു എൻ പ്ലസ് 1. അതായത് ഇവിടെ ക്യൂ റൈസ് ടു 1 ഉണ്ടല്ലേ അല്ലേ, ക്യൂ എന്ന് പറയുന്നത് ക്യൂ റൈസ് ടു 1 എന്ന് പറയുന്നത് തുല്യമാണ്, ദാറ്റ് ഈസ് ക്യൂ റൈസ് ടു 1. അപ്പം എന്ത് കിട്ടുക റൂള്, ക്യൂ റൈസ് ടു 1 പ്ലസ് 1. എങ്ങനെ എഴുതാം, എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണെങ്കിൽ ക്യൂ റൈസ് ടു 1 ഡി ക്യൂൻ്റെ എന്തായിരിക്കും, ക്യൂ റൈസ് ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് ഏത് തൊട്ട് ഏതൊരു ചേഞ്ച് ചെയ്യുന്നു, 0 മുതൽ ക്യാപിറ്റൽ ക്യൂ വരെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ 2 ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ് തൽക്കാലത്തേക്ക്. സോ 1/2c പുറത്തെടുത്ത് ബാക്കി ലിമിറ്റ് കൊടുക്കാൻ നോക്കുക. അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക, സ്മോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് 0 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടി. വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, ക്യൂ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ക്യൂ സ്ക്വയർ റൈറ്റ്. സോ ക്യൂ സ്ക്വയർ ബൈ 2c. ഈ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ തന്നെയാണ് എന്ത് പറയുന്നത്, യു ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദി എനർജി ഓഫ് ദ കപ്പാസിറ്റർ. therefore എനർജി ഈസ് യു ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. കണ്ടോ, ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. നമുക്ക് നേരത്തെ എടുത്ത പോലെ നിങ്ങൾ പഠിച്ചു സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ. അതിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കിയാൽ എന്ത് കിട്ടും, യു ഈസ് ഈക്വൽ ടു ക്യൂയുടെ സ്ഥാനത്ത് സി വി കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, സി സ്ക്വയർ വി സ്ക്വയർ ബൈ 2c എന്ന് കിട്ടും അല്ലേ. ഒരു സിയും സിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ യുവിൻ്റെ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടി, 1/2 സി വി സ്ക്വയർ. കണ്ടോ, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി എനർജിയുടെ, യു ഈസ് ഈക്വൽ ടു 1/2 സി വി സ്ക്വയർ. ഇനി ഒരു ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, സിയോ വിയോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും, യു ഈസ് ഈക്വൽ ടു 1/2 ക്യൂ വി എന്ന് പറയുന്ന റിലേഷൻ കിട്ടും. അങ്ങനെ 3 റിലേഷൻ എനർജിക്കുണ്ട്. ഏതൊക്കെയാണ്, യു ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, ദെൻ യു ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ്, എനർജി ഡെൻസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി. എന്താ ഈ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ എനർജി ഡെൻസിറ്റിയെ സ്മോൾ യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി അറ്റ് എ പെർട്ടിക്കുലർ വോളിയം, ഒരു പെർട്ടിക്കുലർ വോളിയത്തിനകത്തുള്ള എനർജീനെ പെർട്ടിക്കുലർ വോളിയത്തിന് വിളിക്കുന്ന പേരാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ എനർജി ബൈ വോളിയം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനർജിയുടെ ഫോമുല നിങ്ങൾക്ക് കിട്ടി, യു ഈസ് ഈക്വൽ ടു 3 ഫോമുലയുണ്ട്. ഏതൊക്കെയാണ്, ക്യൂ സ്ക്വയർ ബൈ 2c, ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യൂ വി. ഞാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഹാഫ് സി വി സ്ക്വയർ എന്ന ഫോമുല എടുക്കുകയാണ്. സോ യു ഈസ് ഈക്വൽ ടു എനർജി, അതായത് യു ഈസ് ഈക്വൽ ടു എന്തെടുക്കുകയാണ്, ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ. ഓക്കെ, അതായത് ഹാഫ് ഇൻറ്റു സി. എയറിലെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു, എന്താണ്, എപ്സിലോൺ 0 എ ബൈ ഡി വി.
നിങ്ങൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു വി ഈസ് ഇക്വൽ ടു ഇ ഇൻറ്റു ഡി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ ഇക്വേഷൻ? ഇ ഈസ് ഇക്വൽ ടു ബി ബൈ ഡി എന്ന ഇക്വേഷൻ ഓർമ്മയാണ് നിങ്ങൾക്ക് അല്ലേ? അവിടെ നിന്ന് വി ഈസ് ഇക്വൽ ടു എന്താണ്? ഇ ഇൻറ്റു ഡി. അപ്പം അതിൻ്റെ സ്ക്വയർ ആണല്ലേ, ഇ സ്ക്വയർ ഡി സ്ക്വയർ. ഒരു ഡിയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് യുവിൻ്റെ ഇക്വേഷൻ കിട്ടി. എത്ര കിട്ടിയേ? എപ്സിലോൺ 0 എ ഇ സ്ക്വയർ ഡി ബൈ 2 എന്ന് കിട്ടി. എന്തിൻ്റെ ഇക്വേഷൻ? എനർജിയുടെ ഇക്വേഷൻ. ഇനി വോളിയം കൂടി ഞാൻ എഴുതാം കേട്ടോ. എന്താ വോളിയം എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ വോളിയം എന്താണ്? നിങ്ങൾക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഏതൊരു വസ്തുവിൻ്റെയും വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക? നിങ്ങൾക്ക് ആ വസ്തുവിൻ്റെ ആ സർഫസിൻ്റെ ഏരിയ എന്ന് വിളിക്കാം, ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ എനി ഡയമെൻഷൻ. ഞാനിവിടെ മുകളിലത്തെ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡി ആണ്, അതുകൊണ്ട് ഞാനിവിടെ എച്ചിന് പകരം ഞാൻ എന്തെടുക്കുകയാണ്? ഡി എന്ന് എടുക്കുകയാണ്. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ കിട്ടി. എന്ത് കിട്ടി? എ ഇൻറ്റു ഡി. നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? സോ സ്മോൾ യു ഈസ് ഇക്വൽ ടു എനർജിയുടെ ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ 0 എ ഇ സ്ക്വയർ ഡി ബൈ 2 അല്ലേ? എ ഇ സ്ക്വയർ ഡി ബൈ 2 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയത്തിനൂടെ കിട്ടി എന്താണ്? എ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ വോളിയം. ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് ഇൻറ്റു 1 ബൈ വോളിയം അല്ലേ? 1 ബൈ എ ഇൻറ്റു ഡി. ഇതിൽ എയും ഡിയും ഉണ്ട്, ഇവിടെയുണ്ട്, ക്യാൻസൽ ചെയ്യാം. സോ യുവിൻ്റെ ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയേ? 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളോട് പഠിച്ചത്, ഒന്ന് എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചു, 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നെ എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു? എനർജി ബൈ വോളിയം ആണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ നിങ്ങൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കപ്പാസിറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു അല്ലേ? ഇങ്ങനെ കപ്പാസിറ്റേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ലോസ് ഓഫ് എനർജി ഉണ്ടാകാം. സോ ലോസ്റ്റ് എനർജി ഡ്യൂ ടു ഷെയറിങ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്റേഴ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ എത്രത്തോളം എനർജി നഷ്ടപ്പെടാം. ഓക്കെ, എൻ്റെ കയ്യിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇരിക്കുകയാണ്, C1 എന്നും C2 എന്ന് പറഞ്ഞ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇരിക്കുകയാണ്. ഈ കപ്പാസിറ്റേഴ്സിന് പൊട്ടൻഷ്യൽ V1 എന്നും V2 ഉണ്ടെന്നും വിചാരിക്കുക. ഞാൻ പാരലായിട്ടാണ് ഈ രണ്ട് കപ്പാസിറ്ററിനെ ഞാൻ പാരലായിട്ട് ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു കോമൺ ആയിട്ടൊരു പൊട്ടൻഷ്യലുണ്ട്. V എന്ന് പറയുന്ന ഒരു കോമൺ പൊട്ടൻഷ്യലാണ്. ഞാൻ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് നൽകിയിരിക്കുന്നത് വിചാരിക്കുക. കാര്യം പിടിയിട്ടുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, പാരലാണ്, C1 C2. അവിടുത്തെ പൊട്ടൻഷ്യൽ V1 V2 ആണ്. പിന്നെ കോമൺ ആയിട്ട് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അവിടുത്തെ ലോസ് എനർജി അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ഡെൽറ്റ യു എങ്ങനെ എഴുതുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇപ്രകാരമാണ്: 1/2 ഇൻറ്റു C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡെൽറ്റ യു അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്താ? 1/2 ഇൻറ്റു C1 C2. C1 C2 എന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ലോസ് ഓഫ് എനർജി അല്ലെങ്കിൽ ലോസ് എനർജി ഡ്യൂ ടു ഷെയറിങ് ഓഫ് കപ്പാസിറ്റേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഒരു ഡിവൈസ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. കുറച്ച് തിയറി ആയിട്ടുള്ളൊരു പോർഷനാണ്. ആ ഡിവൈസിൻ്റെ പേര് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. എന്താണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ? ഓക്കെ, എന്താണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്നും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിലുള്ള ഡിവൈസാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമുക്കതിനകത്തുള്ള പാർട്സ് നമുക്ക് പരിചയപ്പെടാം. താഴെ ഒരു 10 കിലോ വോൾട്ട് കൊടുക്കാനായിട്ട് ഒരു ഹൈ ടെൻഷൻ ആണ് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലാർജ് കണ്ടക്ടിങ് ഷെല്ലുണ്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം. ഇൻസുലേറ്റർ കോളം ഉണ്ട്, ഒരു ഇൻസുലേറ്റർ കോളം ഉണ്ട്, കുറച്ച് ഹൈറ്റിൽ വച്ചിട്ടുണ്ട്. ഒരു ഇൻസുലേറ്റർ ബെൽറ്റ് നടക്കുകയാണ്. നിങ്ങൾക്ക് P1 P2 എന്ന് പറഞ്ഞ പുള്ളി വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റ്. ഇറ്റ് ഈസ് മൂവിങ് കണ്ടിന്യൂസ്ലി ബൈ എ ഡ്രിവൺ മോട്ടർ. അവിടെ ഒരു മിനി മോട്ടർ ഇരിപ്പുണ്ട്. ആ മോട്ടർ വഴി ആ ബെൽറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ രണ്ട് കോമ്പുണ്ട്. താഴെ ഒരു കോമ്പും മുകളിലൊരു കോമ്പും, സ്പ്രേ കോമ്പും കളക്ടർ കോമ്പും
രണ്ട് മെറ്റൽസ്. സ്പ്രേ കോമ്പ് ആണ് ഹൈ ടെൻഷൻ 10 കിലോ വോൾട്ടോളം ഉള്ള ബാറ്ററിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ആ മുകളിലുള്ള കളക്ടർ കോമ്പ് നമ്മൾ ഷെല്ലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു ട്രിഗർ ന്യൂക്ലിയർ റിയാക്ഷൻസ് ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ വേരിയസ് എക്സ്പെരിമെൻറ്റ്സിൽ ആറ്റത്തിന് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടു ബ്രേക്ക് ആറ്റംസ് ഫോർ വേരിയസ് എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ആപ്പറേറ്റസിൽ ലീക്കേജ് ഓഫ് ചാർജ് ഫ്രം സ്ഫിയർ ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ താഴെ കാണിച്ചിരിക്കുന്ന ജനറേറ്റർ ഒരു സ്റ്റീൽ ടാങ്കിൽ നമ്മൾ എയർ അല്ലെങ്കിൽ നൈട്രജൻ ഹൈ പ്രഷറിൽ ഏകദേശം 15 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ കൊടുത്തുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. എന്തിനാണ്? ലീക്കേജ് ഓഫ് ചാർജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. വർക്കിങ്ങിലോട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു കണ്ടക്റ്റിംഗ് ഷെല്ലും കൊണ്ട് താഴെ ഒരു ഇൻസുലേറ്റർ കോളത്തിലാണ് അതിരിക്കുന്നത്. അതിനകത്ത് ബെൽറ്റൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഈ സർക്യൂട്ടിനകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുകളിൽ നമ്മൾ വലിയൊരു സ്ഫിയർ എ എന്ന് കാണിച്ചിരിക്കുന്ന സ്ഫിയർ ഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു മെറ്റാലിക് സ്ഫിയർ. പിന്നെ അതിന് താഴെ ഇൻസുലേറ്റിംഗ് പില്ലേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു ബെൽറ്റ് ഉണ്ട്. അതിന് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പുള്ളിയിലാണ് എയും ബിയും സിയും പുള്ളീസിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ബെൽറ്റ് ഒരു ഇൻസുലേറ്ററാണ്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ED എന്ന് പറയുന്ന രണ്ട് കോമ്പ്, മുകളിൽ കളക്ടർ കോമ്പ്, താഴെ സ്പ്രേ കോമ്പ് എന്ന പേരിലാണ് ഈ കോമ്പ് അറിയപ്പെടുന്നത്. നല്ലൊരു 10 കിലോ വോൾട്ടെങ്കിലും മിനിമം ഉള്ള ഒരു ഹൈ ടെൻഷൻ താഴെ നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഇലക്ട്രിക് മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം ആ പുള്ളി എപ്പോഴും റൊട്ടേറ്റ് ചെയ്യും. കണ്ട മോട്ടർ അതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ആ ഒരു കണക്ട് ചെയ്തിട്ടുള്ള പുള്ളിയിൽ റൊട്ടേഷൻ ഉണ്ടാകുകയും അതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കുറച്ചുകൂടി വളരെ വ്യക്തമായി തന്നെ നമുക്ക് ചിന്തിക്കാം. ഈ മോട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ പവർ സപ്ലൈ ഉള്ളത് കാരണം വളരെ ഹൈ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകുകയും അവിടെ എയർ അതിന് ചുറ്റുമുള്ള എയർ അയണൈസ് ആകുകയും കോമ്പിൻ്റെ എൻഡിൽ നെഗറ്റീവ് ചാർജും ആ ബെൽറ്റിൽ പോസിറ്റീവ് ചാർജസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ആ കോമ്പിലോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും, പക്ഷേ പോസിറ്റീവ് അയോൺസ് ബെൽറ്റ് മൂവ് ചെയ്യുന്നത് കാരണം ആ ബെൽറ്റിനോടൊപ്പം മുകളിലോട്ടെത്തി മുകളിലത്തെ കോമ്പ്, അതായത് കളക്ടർ കോമ്പിൻ്റെ അവിടെ എത്തുകയാണ്. അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഈ പറയുന്ന കോമ്പ് നെഗറ്റീവ് ചാർജ് അക്യൂർ ചെയ്യുകയും കോമ്പിന് പുറത്തുള്ള സ്ഫിയറിൽ പോസിറ്റീവ് അയോൺസ് അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അയോൺസ് ഉണ്ട്. ആ എയറിൽ അയോൺസ് ഉണ്ടാകുകയും ആ നെഗറ്റീവ് ചാർജസ് ഈ പറയുന്ന വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് അയോൺസുമായിട്ട് അട്രാക്റ്റ് ചെയ്ത് തിരിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ബെൽറ്റിൽ നിന്ന് താഴോട്ട് പോകുന്ന സമയത്ത് അവിടെ അത് ന്യൂട്രലായാണ് അത് പോകുന്നത്. മാത്രമല്ല അത് കാരണം ഉണ്ടാകുന്ന പോസിറ്റീവ് അയോൺസ് നിങ്ങൾ പുറത്ത് കാണുന്ന മെറ്റാലിക് ഷെല്ലിൽ പതിയെ ലീക്ക് ചെയ്ത് അത് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജസ് കൊണ്ട് നമ്മുടെ ഈ പുറത്ത് കാണിച്ചിരിക്കുന്ന മെറ്റാലിക് ഷെല്ല്, ആ വലിയൊരു ഷെല്ല് അവിടെ നിറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഹൈ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളെ സ്പ്രേ കോമ്പിൽ അയണൈസ് ചെയ്തത്. ആ പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്ത് മൂവിങ് ബെൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് കൊറോണ ഡിസ്ചാർജ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയും. അങ്ങനെ ബെൽറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് ചാർജസ് അപ്പർ പുള്ളിയിലെത്തുകയും അവിടെ ഒരു സിമിലർ ഡിസ്ചാർജ് കടന്ന് കളക്ടർ കോമ്പ് ഫൈനലി ആ ചാർജ് എല്ലാം കണ്ടക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പൊട്ടൻഷ്യൽ മില്യൺ വോൾട്ട്സിലെത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. രണ്ട് പ്രിൻസിപ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്തിനാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. മില്യൺസ് ഓഫ് വോൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
രണ്ട് പ്രിൻസിപ്പിളാണ്. ഒന്ന് ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്, അതായത് ഇലക്ട്രിക് ഡിസ്ചാർജ് എയറിൽ അല്ലെങ്കിൽ ഗ്യാസസിൽ ആ പോയിൻറ്റഡ് കോണ്ടാക്റ്റേഴ്സിൽ നടക്കുന്നുണ്ട്. അതായത് സ്പ്രേ കോമ്പിലും കളക്ടർ കോമ്പിലും ഗ്യാസ് അയണൈസ് എന്ന് പറഞ്ഞല്ലേ, അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അതൊന്നാമത്തെ പ്രിൻസിപ്പിൾ തത്വം. രണ്ട്, ഇഫ് എ ചാർജ് കണ്ടക്ടർ ഈസ് ബ്രോട്ട് ഇൻ ടു ഇൻറ്റേർണൽ കോൺടാക്ട് വിത്ത് എ ഹോളോ കണ്ടക്ടർ, അതായത് കളക്ടർ കോമ്പിൻ്റെ പുറത്ത് നമ്മൾ ഒരു മെറ്റാലിക് ഷെല്ല് വെച്ചു, അതാണ് ഒരു ഹോളോ കണ്ടക്ടർ. എല്ലാ ചാർജും അവിടെ എന്ത് ചെയ്തു? ആ ഹോളോ കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഹോളോ കണ്ടക്ടർ. ഹോളോ കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ശരി, അവിടെ എന്ത് കിടന്നു? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക് ചാർജസ് നടക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് അവസാനം എല്ലാ ചാർജസും അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ രണ്ട് പ്രിൻസിപ്പിൾ. എന്താണ് പോളാർ മോളിക്യൂൾസ്, എന്താണ് നോൺ പോളാർ മോളിക്യൂൾസ്? ചില മോളിക്യൂൾസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യത്തില്ല. ഒരു പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജസ് ഒരുമിച്ച് വരുന്ന സമയത്ത് അവർ കോയിൻസൈഡ് ചെയ്യത്തില്ല. ആ മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. ഉദാഹരണത്തിന് HCl, H2O, NH3 ഒക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷേ ചില മോളിക്യൂൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ചാർജസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് നെഗറ്റീവ് ചാർജസും കോയിൻസൈഡ് ചെയ്യും. ആ മോളിക്യൂൾസിനെ നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് H2, O2, CO2, N2 ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പം കോയിൻസൈഡ് ചെയ്തില്ല എങ്കിൽ അതിനെ പോളാർ മോളിക്യൂളെന്നും, കോയിൻസൈഡ് ചെയ്താൽ അതിനെ നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്നുമാണ് നമ്മൾ വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പോളറൈസേഷൻ എന്ന് നോക്കാം. ഒരു വസ്തു പോളാർ ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും ആ ഡൈഇലക്ട്രിക്കിൽ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ കണ്ടീഷനുണ്ട്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവണം. അതായത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അതായത് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഡൈഇലക്ട്രിക് ഈസ് കോൾഡ് പോളറൈസേഷൻ. ഓക്കെ, ആ പോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണൽ മാറ്റം ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ആ കാണിച്ചിരിക്കുന്ന chi. ആ കൈനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് സക്സെപ്റ്റിബിലിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളാർ ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഡൈഇലക്ട്രിക്കിൽ എന്തുണ്ടാവും? ഒരു ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. അതിനെയാണ് പോളറൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മളിനി അവസാന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിൻറ്റ്സ്. എല്ലാ പോയിൻറ്റ്സിലും ഒരേ പൊട്ടൻഷ്യലുള്ള സർഫസ്. ഉദാഹരണത്തിന് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു പോയിൻറ്റ് ചാർജ്, അതിന് ചുറ്റും കോൺസെൻട്രിക് സ്ഫിയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഉദാഹരണമാണ്. അതായത് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് വിത്ത് എ പോയിൻറ്റ് ചാർജ് അറ്റ് ദ സെൻറ്റർ ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആയിരിക്കും. രണ്ടാമൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് parallel planes perpendicular to the electric lines of forces are equipotential surfaces. ഇതിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടു. അവിടെ പാരലായിട്ട് 3 പ്ലെയിൻസ് ഇരിപ്പുണ്ട്. ഇലക്ട്രിക് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പ്ലെയിൻസ് ഇരിക്കുന്നത്. അവിടെ എല്ലാത്തിലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക എന്നത്. ഈ രണ്ട് ഉദാഹരണങ്ങളാണ് നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ 3 പ്രോപ്പർട്ടീസ്, പ്രത്യേകതകളോട് നമുക്ക് പഠിക്കാം. ഒന്ന്, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. അവിടെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പിന്നെ വർക്കിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. 2, 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. ഒരിക്കലും 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. 3, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് നോർമൽ ടു എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നോർമലായിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോവുക. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കാനുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ പാഠത്തിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ വളരെ ഭംഗിയായി പഠിക്കുക. എന്താണ് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ് എന്താണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തുടങ്ങിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് ഡിസ്കസ് ചെയ്തത്. വളരെ ഭംഗിയായി പഠിക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന പാഠങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.